അധ്യായം 2 4 യാമം. ഹരിശങ്കറിന് ഒരൊറ്റ നോക്കേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. സേതുലക്ഷ്മി പിടയുകയാണ്. അവളുടെ അപ്പോഴത്തെ ചേഷ്ടകൾ തികച്ചും ഭ്രാന്തമായിരുന്നു എന്ന് തീർച്ച. ബോധത്തിൻ്റെ ഒരു കണികയെങ്കിലും അവൾക്കുണ്ടെന്നും തോന്നില്ല. കാട്ടുന്നതെല്ലാം തികച്ചും കിരാതം. അവളെ അടക്കിക്കിടത്താൻ 3-4 പേർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഇല്ലത്തുനിന്നും കൂട്ട നിലവിളി തന്നെ വരുന്നു. പെട്ടെന്നെങ്ങനെ ഇത് സംഭവിച്ചുവെന്ന് ആർക്കും ഒരു വിശദീകരണമില്ല. എന്താ ഉണ്ടായേ? ഹരിശങ്കരൻ അമ്മയോട് തിരക്കി. ഒന്നും അറിയില്ല. അവൾ ഇല്ലക്കുളത്തിലേക്ക് കുളിക്കാൻ പോയതാണ്. കുളി കഴിഞ്ഞു എന്ന് തോന്നണോ? ഉച്ചത്തിലുള്ള നിലവിളി കേട്ട ഇവിടെ എല്ലാവരും ഓടിച്ചെന്നത്. കുളപ്പടിയിൽ കിടന്ന് പിടയ്ക്കുകയായിരുന്നു സേതു. കൂട്ട നിലവിളി കേട്ട് അയൽക്കാർ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ നിർദ്ദേശപ്രകാരം സേതുലക്ഷ്മിയുടെ മുഖത്ത് പുണ്യാഹം തെളിച്ചു. ആരോ ഒരു കറുത്ത ചരട് കൈത്തണ്ടയിൽ കെട്ടി. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമുണ്ടായിരുന്നില്ല. പണ്ടായിരുന്നെങ്കിൽ ഇത്തരം ബാധോപദ്രവത്തിന് കൊല്ലൂർ പടിപ്പുര വരെ പോയാൽ മതിയായിരുന്നു. പടിപ്പുരയിലെത്തുമ്പോൾ അവിടെ എത്തുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആ പടിയങ്ങോട്ട് കയറുമ്പോൾ തന്നെ രോഗം അങ്ങോട്ട് കുറയും. എന്തായിരുന്നു ഐശ്വര്യം! ഇത്തരം അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ നാട്ടിൽ ആളില്ലെന്നായിരിക്കുന്നു. എന്നാൽ ആര് പറഞ്ഞു? ഇത്തരം രോഗങ്ങൾക്ക് ഇന്നും ഈ പടിപ്പുര തന്നെ ആശ്രയിക്കാം. അവിടുത്തെ ഒരു ഉണ്ണിയുണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? വീരഭദ്രൻ. ആ, അത് തന്നെ. മന്ത്രതന്ത്രങ്ങളിലൊക്കെ എത്രമാത്രം അറിവുണ്ടെന്ന് ബോധ്യമില്ല. പക്ഷേ കാരണവരുടെ ഒരു പുണ്യമുണ്ടല്ലോ, അതാ കുട്ടിക്കുണ്ട്. കൊല്ലൂർ പടിപ്പുരയിൽ എത്തുമ്പോൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ടത്രേ. വന്നു ചേരുന്നവരിൽ ഓരോരുത്തരുടെയും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഹരിശങ്കരൻ നിശബ്ദനായി നിന്നതേയുള്ളൂ. ഓരോരോ ദുർനിമിത്തങ്ങൾ. ഇന്ന് വരെ ഇല്ലത്തിങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അമ്മാവൻ്റെ മരണത്തിനു ശേഷം മുൻപില്ലാത്ത ഓരോരോ അപശകുനങ്ങൾ ചേക്കേറി തുടങ്ങിയിരിക്കുന്നു. എന്താവാം ഇതിൻ്റെയൊക്കെ അർത്ഥം? സേതുലക്ഷ്മിയുടെ അപകടം ഗുരുജി മുൻകൂട്ടി കണ്ടു എന്നത് തീർച്ച. അല്ലെങ്കിൽ ഒരിക്കലും ഇത്ര കാർക്കശ്യമായി അവിടെ നിന്നും തന്നെ ഓടിച്ചുവിടില്ല. ഗുരുജിയും എന്തോ ഭയപ്പെടുന്നുണ്ട്. ആ കറുത്ത പല്ലി വീണു ചത്തതിനെക്കുറിച്ച് ചോദിക്കാൻ കഴിഞ്ഞില്ല. സേതുലക്ഷ്മിയുടെ കാര്യം തന്നെ ഗുരുജിയോട് ചെന്ന് ചോദിച്ചാലോ? പക്ഷേ അതിനുള്ള സാവകാശമില്ല. സേതുലക്ഷ്മിയുടെ നില ഗുരുതരമാവുകയാണ്. എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അത് വൈകാതെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ ആരോ അവളുടെ കയ്യിൽ ഒരു താക്കോൽക്കൂട്ടം ഏൽപ്പിച്ചു. സേതുലക്ഷ്മി അത് വലിച്ചെറിയുകയാണ് ഉണ്ടായിരുന്നത്. ഭയപ്പെടുന്ന ചേഷ്ടകളിലേക്ക് അവളുടെ അസ്വസ്ഥം വളരുന്നു. മുറിവൈദ്യമൊക്കെ അമ്പയെ പരാജയപ്പെടുകയാണ്. ഇനി സംശയിക്കാനില്ല. കൊല്ലൂർ പടിക്കലേക്ക് ഓടുക തന്നെ. ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. നവഗ്രഹങ്ങൾ ഇറങ്ങി വന്നിരുന്ന പടിപ്പുരയല്ലെങ്കിലും മാന്ത്രികോത്തമന്മാർ ഇരുന്നു വാണ ഇടമല്ലേ. ചില സ്ഥലങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമുക്കത് നിഷേധിക്കാനാവില്ല. മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ തേക്കുതടി തന്നെ വേണമെന്ന് ശാഠ്യം പിടിച്ചാൽ എങ്ങനെയാ? എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയായിരുന്നു. ഇല്ലാത്തവർക്കും വിയോജിപ്പില്ല. ഹരിശങ്കരനും സമ്മതത്തെക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. വീരഭദ്രനെ നന്നായി അറിയാം. ഒരു കാലത്ത് അവനെ നിലനിർത്തിയത് തന്നെ തൻ്റെ അമ്മാവനായിരുന്നല്ലോ. തങ്ങളും ആ കുടുംബവുമായി നല്ല അടുപ്പത്തിലായിരുന്നു. വീരഭദ്രൻ്റെ അമ്മ ഈ കൊല്ലം കൊണ്ടാണ് കഴിഞ്ഞതെന്നും പറഞ്ഞാൽ അതും തെറ്റാവില്ല. ഈ ഇല്ലം അവർക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ടതായിരുന്നു. അതൊരു കാലം. ആ കാലം എന്നേ തകിടം മറിഞ്ഞു. പടിപ്പുരയിൽ വരെ ചെന്നാൽ സേതുലക്ഷ്മിയുടെ അസുഖം കുറയുമെങ്കിൽ അതുതന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒന്നും വൈകിയില്ല. ഒരു ചാരുകസരയിൽ കിടത്തി സേതുലക്ഷ്മിയെ കൊല്ലൂർ പടിപ്പുരയിലേക്ക് എടുത്തു. കസരയിൽ അടങ്ങിയിരിക്കാൻ അവളുടെ കൈകാലുകൾ ബന്ധിക്കേണ്ടി വന്നു. എന്നിട്ടും ഒപ്പം 3-4 പേർ കൂടി ശ്രമിക്കേണ്ടി വന്നു. ഇല്ലപ്പടിയിലിറങ്ങി വയലിലൂടെ കൊല്ലൂരേക്കുള്ള കുറുക്കുവഴിയിലൂടെ കസേരവാഹകർ പാഞ്ഞു. കണ്ണൂരൊഴുക്കിക്കൊണ്ട് ദേവകി അന്തർജനവും അനുഗമിച്ചു. ആയുഷുരുകുന്ന ഗന്ധം അകത്തളങ്ങളിലും അന്തപുരങ്ങളിലും ഒരനുഗ്രഹം പോലെ പടർന്നിടുകയായിരുന്നു. ഒപ്പം അഷ്ടഗന്ധങ്ങളുടെയും ചന്ദനത്തിരികളുടെയും അവാച്യമായ സുഗന്ധധാരയും. 1000 നിറഞ്ഞു കത്തുന്ന പൂജാമുറി ഒരു നാഗലോകം പോലെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് രാവിൻ്റെ 3-ാം യാമം. യക്ഷിപൂജയ്ക്ക് അനുയോജ്യമായ ഇതിലും നല്ലൊരു ദിവസം ഇനി ഉണ്ടാവാനില്ല. ഇതുപോലെ പൊരുത്തങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വ്യാഴവട്ടക്കാലമാണ് കടന്നുപോയത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണക്ക് കൂട്ടി കൊണ്ടുവരുന്നു വെച്ച നിമിഷങ്ങൾ.
എത്രയെത്ര കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരുക്കങ്ങൾ. എല്ലാം ഇതാ ഈ നിമിഷത്തിനു വേണ്ടി മാത്രമായിരുന്നു. നിറഞ്ഞ പൂജാമുറി കൺകുളിർപ്പേ വീരഭദ്രന്റെ മനം തുടിച്ചു. പൂജ ആരംഭിക്കാൻ ഏതാനും വിനാഴികകൾ അവശേഷിക്കുന്നു. ശുദ്ധ ജലാശയത്തിൽ 108 വണ്ണം മുങ്ങി ഉയർന്നു. ജലതർപ്പണം ചെയ്ത് പൂജാമുറിയിലെത്തിയതേയുള്ളൂ. പ്രപഞ്ച സുഷുപ്തിയുടെ സപ്രമഞ്ച കട്ടിലാണ്. എല്ലാം വിളക്കുകളിലും എള്ളെണ്ണ ഒരിക്കൽ കൂടി പറന്ന് വീരഭദ്രൻ ദിവ്യപ്രഭ ഒന്നുകൂടി പ്രജ്വലമാക്കി. എല്ലാം സുഭദ്രം. അവൻ നിലവുകൾക്ക് മുന്നിലായി ആവണിപ്പലയിൽ പത്മസ്ഥനായി. 2 പതിറ്റാണ്ട് കാലത്തെ മനസ്സിന്റെ തപസ്യയായിരിക്കുന്നു താൻ പൂർണ്ണതയിലെത്തിക്കാൻ പോകുന്നത്. ആരോരും അറിയാതെ ശപഥപൂർത്തീകരണം മുഹൂർത്തം. ഇന്ന് തനിക്ക് അഭീഷ്ടസിദ്ധി കൈവരുന്നു. ഏറെ ആഹ്ലാദിക്കേണ്ട ഈ നിമിഷങ്ങളിൽ ഒരേ ഒരു ദുഃഖം മാത്രം. വീരഭദ്രന്റെ ഹൃദയത്തിലൊരു അപശ്രുതിയായി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ അമ്മ മാത്രം തന്നോടൊത്തില്ലാതെ പോയില്ലേ? യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് വേണ്ടിയാണ് താൻ. വീരഭദ്രൻ നെടുനിശ്വാസമുതിർത്തു. പുലരാൻ ഏതാനും നാഴികകൾ മാത്രം അവശേഷിക്കുന്ന മുഹൂർത്തത്തിലാണ് വീരഭദ്രന്റെ കർമ്മങ്ങൾ പൂർത്തിയായത്. മധ്യാഹ്നത്തിനു മുന്നേ മറ്റൊരു പൂജയ്ക്ക് കൂടി ഈ മുറിയിലേക്ക് കയറേണ്ടി വരുമെന്ന് അവൻ അറിഞ്ഞു. അവാച്യമായ ഒരു സംതൃപ്തിയോടെ പൂജാമുറിയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ ഇന്നോളം ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങളുടെ ഉടമയായി കഴിഞ്ഞിരുന്നു വീരഭദ്രൻ. മധ്യാഹ്നം. വീരഭദ്രൻ ഉദ്ദേശിച്ചിരുന്ന നേരത്ത് തന്നെ വീണ്ടും അവൻ പൂജാമുറിയിലേക്ക് കയറി. കരുതി ഉറപ്പിച്ചിരുന്ന മന്ത്രം 101 വട്ടം ചൊല്ലി പൂർത്തിയാക്കി. അതേ നേരത്ത് തന്നെ ഉണ്ടായി പടിക്കൽ ഒന്നിലേറെ പേരുടെ കാൽപെരുമാറ്റം. പടിപ്പുര അടഞ്ഞുകിടക്കുകയാണ്. മുട്ടി വിളിച്ച് അവരെ കഷ്ടപ്പെടുത്തേണ്ട, വാതിൽ തുറന്നു കിടക്കട്ടെ. വീരഭദ്രൻ കണ്ണുകൾ പാതിയടഞ്ഞു. പിന്നെ പടിപ്പുര വാതിലിന് നേരെ തിരിഞ്ഞു. മിഴികൾ പൂർണ്ണമായും തുറക്കുമ്പോൾ അത്ഭുതം. സാക്ഷകൾ തനിയെ പിൻവലിക്കുകയാണ്. ആവോളം സൗമ്യത മുഖത്തണിഞ്ഞ വീരഭദ്രൻ ഉമ്മറത്തു നിന്നു. ചാരുകസേര പടിപ്പുര മുറ്റത്തിട്ട് ദേവകീയന്ത്രജനും ഹരിശങ്കരനെയും കൂട്ടി ഇല്ലത്തേക്ക് കയറി വന്നു. അപ്രതീക്ഷിതമായി എത്തിയ അതിഥികളെ കണ്ട് വിസ്മയം ഭാവിച്ച് വീരഭദ്രൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അല്ലേ, അത്ഭുതമായിരിക്കുന്നു. ഇന്നെന്താ ഇങ്ങനെ തോന്നാൻ? ബഹുമാനമൊട്ടും കുറച്ചില്ല. ഒക്കെ പറയാം വീരഭദ്ര. ആദ്യം സേതുലക്ഷ്മിയെ ഒന്ന് കാണും. പെട്ടെന്ന് തുടങ്ങിയതാണ്. കൊല്ലൂർ പടിപ്പുരയിൽ വന്നാലേ രക്ഷയുള്ളൂന്ന് സർവരും പറയുന്നു. സേതുലക്ഷ്മിക്കെന്താ? വീരഭദ്രന്റെ ഉത്കണ്ഠ. ഒരു വിഭ്രാന്തി. ചുഴലിദീനക്കാരെ കൂട്ട് തുള്ളി വരയ്ക്കുന്നു. മരുന്ന് കൊടുത്തിട്ടും മന്ത്രനൂൽ കുട്ടിയിട്ടും യാതൊരു മാറ്റമില്ല. ഗുരുകാരണവന്മാരെ വിളിച്ച് വീരഭദ്രൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. വിശ്വാസം രക്ഷപ്പെടുത്തുന്ന സംഭവങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. ഹരിശങ്കരന്റെ പരിചയത്തിന്റെ സ്വാതന്ത്ര്യമെടുത്തു. അവരൊന്ന് മൂളി. പിന്നെ ചോദിച്ചു, ഹരിശങ്കരൻ ഒന്ന് ശ്രമിച്ചു നോക്കായിരുന്നില്ലേ? മന്ത്രമന്ത്രങ്ങളിലും പാരമ്പര്യമില്ലാത്ത എനിക്ക് അവിടുന്നില്ലാത്ത മറ്റെന്തുണ്ട് പറയാൻ? ഹരിശങ്കരൻ അങ്ങനെയാണോ? പാരമ്പര്യമുണ്ട്, ഇപ്പോൾ പഠനമുണ്ട്. ചിലപ്പോൾ പഠനത്തെക്കാളേറെ പ്രയോജനപ്പെടുക പാരമ്പര്യമല്ലേ വീരഭദ്ര? കൈപുണ്യമല്ലേ വലുത്? അല്ലെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയിടം കൊണ്ടുവരുമോ? എല്ലാവർക്കും ഇവിടെ തന്നെ വരണമെന്ന് നിർബന്ധം. വീരഭദ്രൻ അപ്പോഴും ഉള്ളിൽ ചിരിച്ചു. പൊട്ടാ, നിനക്കെന്തറിയാം? സേതുലക്ഷ്മി ഇവിടെ എത്താതെ സ്വസ്ഥതയാവില്ലെന്ന് എനിക്കല്ലേ അറിയൂ. ഒരു പരീക്ഷണത്തിന് വന്നതാണ് നീയല്ലേ? അല്ലാതെ പൂർണ്ണ വിശ്വാസമുണ്ടായിട്ടല്ല. ഇന്ന് നിനക്കെന്നെ വിശ്വാസമാകും. ഈ കൊല്ലൂർ മനക്കിലെ വീരഭദ്രനെ നിന്റെ കൺമുന്നിൽ വെച്ച് സേതുലക്ഷ്മിയെ. പടിപ്പുരയിൽ നിന്നും ആരോ ഹരിശങ്കരനെ വിളിക്കുന്നു. സേതു കുതിരയോട് രക്ഷപ്പെടാൻ തുടങ്ങുന്നു അത്രേ. ഹരിശങ്കരൻ പടിപ്പുരയിലേക്ക് നേരെ ഓടി. ഒട്ടും തിരക്ക് കൂട്ടാതെ ദേവകി അന്തർജനത്തിനോടൊപ്പം വീരഭദ്രൻ അവിടേക്ക് ചെന്നു. കസേരയോടുകൂടി ബന്ധിച്ചിട്ടും 4 ആൾ ബലമായി പിടിച്ചിട്ടും കെട്ടുപൊട്ടിക്കാൻ ബലമായി കുതിറുകയാണ് സേതുലക്ഷ്മി. വീരഭദ്രൻ അവൾക്കു നേരെ ഒന്ന് നോക്കി. എല്ലാ കണ്ണുകളും പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കിയാണെന്ന് വീരഭദ്രൻ അറിഞ്ഞു. അസ്തമയം നോക്കി അവൻ കൈകൾ നൂന്നി. ചവിട്ടി നിന്ന ഭൂമി തൊട്ട് നെറുകയിൽ വെച്ചു. ഗുരുകാരണവന്മാരെ, കൊല്ലൂർ മനക്കിലെ ഉപാസനമൂർത്തികളെ, അടയൻ ആദ്യം ചെയ്യുന്ന ഈ കർമ്മം വിജയിപ്പിച്ച് ഈ സാധു കുട്ടിയെ അനുഗ്രഹിക്കണേ. എല്ലാവരും കേൾക്കെ അത്രയും ഉച്ചരിച്ചു. ആരും കേൾക്കാതെ, ആരും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമന്ത്രങ്ങളുടെ മഹാഗ്രന്ഥം തുറന്നു. ഏതാനും വിനാഴികകൾ മാത്രം. വലത്തോട്ട് തിരിഞ്ഞ് കുനിഞ്ഞ് നിലത്തു നിന്നുള്ളൊരു പൂഴി വീരഭദ്രൻ കയ്യിലെടുത്തു. ആ ധൂളിയുമായി സേതുലക്ഷ്മിയെ സമീപിച്ചു. സേതുലക്ഷ്മിയുടെ തിരുനെറ്റിയിൽ ഒരു ഗോപിക്കുറി തൊടിച്ചു. കണ്ണുകൾ അടച്ചു കൂപ്പി. സർവരും വീർപ്പടിക്ക് നോക്കി നിൽക്കെ അത്ഭുത ഫലപ്രാപ്തി. 5 പേരെ ശക്തിയോടെ കുതിരിയിരുന്ന സേതുലക്ഷ്മി
ഒരാട്ടിൻകുട്ടിയെപ്പോലെ പെട്ടെന്നിറങ്ങി. ഹരിശങ്കറിന് പോലും അത് വിശ്വസിക്കാൻ നിമിഷങ്ങളെടുത്തു. താൽക്കാലിക മയക്കമേ ആയിട്ടുള്ളൂ. മയക്കം വിട്ടുണ്ടെന്നാൽ ആദ്യത്വത്തിലുമേറെ ബഹളമാവും. അങ്ങനെയൊരു സ്വഭാവമുണ്ട്. സേതുലക്ഷ്മിയെ ഇല്ലത്തെ മുറിയിലേക്ക് കിടത്തു. തറവാട്ട് പൂജാമുറിയിൽ നിന്നും ഒരു ചെറിയ പൂജ കൂടി നടത്തി പറഞ്ഞയക്കാം. ഇനി ഇങ്ങനെ ഉണ്ടാവരുതല്ലോ. വീരഭദ്രന്റെ ഉള്ളിൽ ഒരു ക്രൂരതയുടെ ഒരു തിരി തെളിഞ്ഞു. ചുണ്ടത്ത് പക്ഷേ സൗമ്യമായ പുഞ്ചിരി, ഉള്ളിൽ ഉറവക്കണ്ണ് തുറന്ന മന്ത്രശീലകൾ. സേതുലക്ഷ്മിയുടെ ഒപ്പം വന്നവർക്കാർക്കും ഇല്ലത്തേക്ക് വരാൻ തോന്നരുത്. സമയം കടന്നു പോകുന്നത് അവർ അറിയുകയും വരുത്. ഒരു മാന്ത്രിക ബന്ധത്തിനകത്തേക്ക് എല്ലാവരെയും ലയിപ്പിക്കണം. വീരഭദ്രന്റെ മനസ്സുപോലെ കാര്യങ്ങൾ നീങ്ങി. ഇല്ലത്തറയിൽ സേതുലക്ഷ്മിയെ കിടത്തി. പടിപ്പുരയിലേക്ക് തന്നെ മടങ്ങിയ ഹരിശങ്കരൻ പോലും അറിഞ്ഞില്ല തങ്ങൾ ഈ നിമിഷം മുതൽ മാന്ത്രിക ബന്ധനത്തിലാണെന്ന്, മോഹനിദ്രയിലാണെന്ന്. നേർത്ത ഒരു പുഞ്ചിരിയോടെ വീരഭദ്രൻ പൂജാമുറിയിലേക്ക്, പിന്നെ സേതുലക്ഷ്മിയെ കിടത്തിയ മുറിയിലേക്ക്. അയാൾ കയറിയത് ഒരാൾ പോലും അറിഞ്ഞില്ല. അടുത്ത നിമിഷത്തിൽ ആ മുറിയിൽ അവൾ വീരഭദ്രൻ ഒരുക്കിയ കമലദള ശൈലിയിൽ സമ്പൂർണ്ണ നഗ്നതയുടെ പുതച്ചു കിടന്നു. അവൾക്കരികിലിരുന്ന വീരഭദ്രൻ കരുതലോടെ കർമ്മങ്ങളിലേക്ക് മുഴുകുകയായിരുന്നു. അവന്റെ വിരൽത്തുമ്പിൽ പനിനീരിൽ മുക്കിയ പുഷ്പദളങ്ങൾ സേതുലക്ഷ്മിയുടെ നഗ്നമേനയിലൂടെ വീണുകൊണ്ടിരുന്നു. അധ്യായം 4. കൊല്ലൂർ മന. അതിലും പ്രശസ്തമായ കൊല്ലൂർ പടിപ്പുര. നവഗ്രഹങ്ങൾ ഇറങ്ങി വന്നിരുന്ന പാഴൂർ പടിപ്പുരയ്ക്ക് തുല്യമോ അതിലേറെയോ ശ്രദ്ധമായിരുന്നു ഒരു കാലത്ത് ശ്രീമംഗലം ഗ്രാമത്തിലെ ഈ കൊല്ലൂർ പടിപ്പുര. ഇവിടെ മാന്ത്രികന്മാരുടെ ഒരു പരമ്പര തന്നെ ജീവിച്ചൊടുങ്ങി. ഗ്രാമത്തിൻ്റെ ഭാഗോദായങ്ങളിൽ കൊല്ലൂർ മന എക്കാലവും ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. പടിപ്പുരയിൽ വെച്ച് തൻ്റെ പിതാമഹന്മാർ കൽപ്പിച്ചിരുന്നത് തേടിയെത്തുന്നവർക്ക് അമൃതഭാഷണമായിരുന്നു. അവർ നൽകുന്ന ദക്ഷിണ മതിയായിരുന്നു ഇല്ലത്തിന് സുഭിക്ഷമായി കഴിയാൻ. കൊല്ലൂർ മനക്കിലത്തെ അവസാനത്തെ മാന്ത്രികൻ എന്ന പദവിയായിരുന്നു തൻ്റെ അച്ഛന്. അച്ഛൻ മരിച്ചതിന് ശേഷം പടിപ്പുരയിലെ ഭണ്ഡാരത്തിൽ ഒരു വെള്ളി രൂപ പോലും വീഴുകയുണ്ടായില്ല. ഈ തറവാടിന് ഇങ്ങനെയൊരു സുഹൃതക്ഷയം എങ്ങനെ വന്നു ഭവിച്ചു? ഓർമ്മ വച്ചപ്പോൾ തുടങ്ങിയ അന്വേഷണമാണ്. വീരഭദ്രൻ ഒരു ദീർഘനിശ്വാസമുതിർത്തു. ഒരു വലിയ ഇല്ലത്ത് തന്നെ തനിച്ചാക്കി അമ്മയും കൂടി കടന്നുപോയപ്പോൾ കൊല്ലൂർ മനയാണ് ഇല്ലാതായത്. വെറുതെ പോലും ഈ മനയുടെ പേരുച്ചരിക്കേണ്ട കാര്യം ഗ്രാമത്തിൽ ആർക്കും ഉണ്ടായില്ല. അവരുടെ വിസ്മൃതിയിൽ നിന്നാണ് തൻ്റെ തുടക്കങ്ങളുടെ കൊടിയേറ്റം. അന്നു മുതൽ വിശുദ്ധമായ കടൽ പോലെ തൻ്റെ ഹൃദയം പിടയുകയായിരുന്നു. സിരകൾ വലിഞ്ഞു മുറുകയായിരുന്നു. അപ്പോഴൊക്കെ പക്ഷെ ചാവുകടലിൻ്റെ പ്രശാന്തതയുടെ പുറമെ വർത്തിക്കാൻ തനിക്ക് കഴിഞ്ഞു. പകയായിരുന്നു, കത്തിക്കയറുന്ന പക. ഒരു കോടി അഗ്നികുണ്ടങ്ങൾ മനസ്സിലൊതുക്കി പുറമെ നിലാവിൻ്റെ കാരുണ്യമായി പുലരാൻ കഴിഞ്ഞത് ഭാഗ്യം. ഇനിയും ഇനിയും വിനയാതീതനാവണം. അതിലേറെ സൗമ്യത ചലനങ്ങളിലുടനീളം വ്യാപിപ്പിക്കണം. താൻ വീരഭദ്രനാണ്, കൊല്ലൂർ മനക്കിലെ വീരഭദ്രൻ. ഒരു കണക്കിന് ചാവറപ്പടയിലെ അവസാനത്തെ പോരാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നേറാൻ തന്നെപ്പോലെ ശബ്ദമെടുത്തിട്ടുള്ള മറ്റൊരാൾ ലോകത്തുണ്ടാവില്ല. തനിക്ക് ശേഷം കൊല്ലൂർ മനയില്ല. തനിക്ക് മനയുടെ പാരമ്പര്യം കൊടുത്തിട്ട് പോകാൻ സന്തതികളുണ്ടാവില്ല. അതിന് ഭീഷ്മ പ്രതിജ്ഞ തന്നെ വേണം. പക്ഷെ ചനയ്ക്ക് ചെയ്തു പൂർത്തിയാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തീർക്കാൻ മാത്രമാണ് തൻ്റെ ജന്മം. ഇതാ ഇന്നു മുതൽ തൻ്റെ വാഗ്ദത്ത ജീവിതം ആരംഭിക്കുന്നു. ആലോചിക്കുമ്പോൾ ക്രൂരമായ ഒരുതരം സംതൃപ്തി, പുഞ്ചിരി അവൻ്റെ മുഖത്തുദിച്ചു. ഗന്ധർവന്റെ സൗന്ദര്യമാണ് വീരഭദ്രന്. ആ ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരം. ചന്ദനക്കാതൽ കടഞ്ഞതുപോലെ ആകാര സൗഷ്ഠ്യമുള്ളവൻ. ഒരാൾക്ക് കഴിഞ്ഞുകൂടാനുള്ള വകയൊക്കെ കൊല്ലൂർ മനക്കിലുണ്ടായിരുന്നതുകൊണ്ട് പുറത്തെങ്ങും മറ്റൊരു പ്രവൃത്തിയും ചെയ്യുന്നതിനെക്കുറിച്ച് വീരഭദ്രൻ ആലോചിച്ചിരുന്നില്ല. ഗ്രാമത്തിലെ മറ്റു ചെറുപ്പക്കാരുടെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും അവനെ തീണ്ടിയിരുന്നില്ല. എല്ലാ പ്രായക്കാർക്കും സർവസമ്മതൻ എന്ന നിലയിലാണ് കൊല്ലൂർ മനക്കിലെ കൊച്ചു തിരുമേനി പുലരുന്നത്. താൻ മന്ത്രം പഠിച്ചതോ മാന്ത്രികനായതോ നാട്ടിലൊരാളും അറിയരുതെന്നാണ് അവൻ ആഗ്രഹിച്ചത്. ആരെങ്കിലും കൊല്ലൂർ പടിപ്പുരയിലെത്തി ദുഃഖനിവാരണം വരുത്തി പോകുന്നതിൽ ആശങ്കയുമില്ല. കാരണവന്മാരുടെ പുണ്യം കൊല്ലൂർ മനയ്ക്ക് അനുഗ്രഹമായി വർത്തിക്കുന്നുണ്ടല്ലോ. പറയാൻ വാചാലമായിരുന്ന ഒരു ഭൂതകാലവുമുണ്ട്. തൻ്റെ അച്ഛനായിരുന്നു കൊല്ലൂർ മനക്കിലെ പാരമ്പര്യം നിലനിർത്തേണ്ട ഒടുവിലത്തെ ആൾ. പക്ഷേ അതിന് വിധിയുണ്ടായില്ല. അകാലത്തിൽ അസ്തമിക്കുകയായിരുന്നില്ലേ ആ ജീവിതം? ഹൃദയസ്തംഭനമായിരുന്നു അത്രേ. അങ്ങനെ ആയിരുന്നില്ലെന്ന് തനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അത് ചെയ്തയാളെ തിരിച്ചറിഞ്ഞു. ആരും അറിഞ്ഞിട്ടില്ലെന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നല്ലോ ആ വിദ്വാൻ. അതെ, അതാണ് തനിക്ക് ആവശ്യം. അങ്ങനെ തന്നെ ആരും അറിയാതെ അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ തനിക്കിന്ന് കഴിയും. ഏതായാലും ഇത്തിരി കൂടി കഴിയട്ടെ. അല്ലെങ്കിലും താനിന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. കൊല്ലൂർ പടിപ്പുര ഇന്നു മുതൽ സജീവമാവുകയാണ്. ഇനിയിവിടെ ആളൊഴിഞ്ഞ സമയമുണ്ടാവില്ല. അത് കുറേ പേർക്കെങ്കിലും സംശയത്തിനിടവരുത്തും. ഒരു പതിറ്റാണ്ടിലേറെ കാലം
ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന കൊല്ലൂർമന പഴയതിലും ഉഗ്രപ്രഭാവത്തോടെ പുലരാൻ തുടങ്ങുന്നത് വാർത്തയാവും. അന്വേഷണ കുതുകികളായ നാട്ടുകാർ വെറുതെ ഇരുന്നൊന്നും വരികയില്ല. അവർ കാരണം തിരക്കി പരക്കം പായും. കുറേ കാലത്തേക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞുവെങ്കിലും എക്കാലത്തേക്കും അതിന് കഴിയില്ലല്ലോ. നല്ലോണം ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഈ ഇല്ലത്തുവൊന്നും തിരിയിടാനിടമില്ലാത്ത വിധം ആളുകൾ നിറഞ്ഞു നിന്നിരുന്നു. 7:30 വെളുപ്പിന് ആരംഭിക്കുന്ന ആൾക്കാരുടെ വരവ് ത്രിസന്ധ്യയോളം തുടരുമായിരുന്നു. ഏത് ദിക്കിൽ നിന്നൊക്കെയാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. അയൽഗ്രാമങ്ങളിൽ നിന്നും മാത്രമായിരുന്നില്ലല്ലോ, വളരെ അകലെ നിന്നുപോലും ആളുകൾ വന്നെത്തുമായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ദൂരം താണ്ടി വരുന്നവരാണെങ്കിലും പടിപ്പുരയിൽ നിന്നും മടങ്ങുമ്പോൾ അവരുടെയൊക്കെ മുഖങ്ങളിൽ സംതൃപ്തിയുടെ മിന്നലൊളി കാണാമായിരുന്നു. ചാരിതാർത്ഥ്യത്തിൻ്റെ പുഞ്ചിരി കാണാമായിരുന്നു. ഒരിക്കലും ഒരാളും വന്ന കാര്യം സാധിക്കാതെ മടങ്ങിയ ചരിത്രമുണ്ടായില്ല. ഇതെല്ലാം പെട്ടെന്ന് അസ്തമിച്ചത് എങ്ങനെയാണ്? ഇന്ന് വീരഭദ്രന് വ്യക്തമായി അറിയാൻ കഴിയാത്ത കാര്യമാണത്. പെട്ടെന്നൊരു ദിവസം മുതൽ ഇല്ലത്തേക്ക് ആരും വരാതാകുമോ? ഏതെങ്കിലും ഒരു കാരണമില്ലാതെ കൊല്ലൂർമന സർവ്വരും ഒരുമിച്ച് കൈയൊഴിയുമോ? അതിന് പിന്നിൽ ഏതെങ്കിലും ഒരു കാരണമുണ്ടാവുമെന്ന് തീർച്ച. അതറിയാവുന്നവരായി അധികം ആരും ഉണ്ടാവില്ല. കൊല്ലൂർമനയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർക്കും ഒരുപക്ഷെ ഇല്ലത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതും കുടുംബരഹസ്യമായിരുന്നിരിക്കും. മരിക്കും മുമ്പ് അച്ഛനത് തന്നോട് പറയേണ്ടതായിരുന്നു, പറഞ്ഞില്ല. മാന്ത്രിക പാരമ്പര്യം തനിക്ക് കൈമാറാതിരുന്നതിലും തനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ ഇലഞ്ഞിക്കൽ മാന്ത്രികൻ അറിയാമായിരിക്കും. കൊല്ലൂരിലെ പ്രതാപത്തിന് മങ്ങലേറ്റ് തുടങ്ങിയപ്പോൾ ഉദിച്ചു വരുന്നത് ഇലഞ്ഞിക്കൽ ഇല്ലമായിരുന്നല്ലോ. നാരായണൻ നമ്പൂതിരിയും തൻ്റെ അച്ഛനും ഒറ്റ ചങ്ങാതികളായിരുന്നവനും. വരട്ടെ, ഒക്കെ അറിയണം. വീരഭദ്രൻ അത് കഴിയും. അതിനൊക്കെ ഇല്ലെങ്കിൽ താൻ കഷ്ടപ്പെട്ട് നേടിയ മാന്ത്രിക ജന്മം എന്തിന്? അവ്യക്തമായ ഓർമ്മയില്ലെങ്കിലും മഞ്ഞിൻ മറയിലൂടെ കാണുന്ന അവ്യക്തത പോലെ ഒരു തോന്നൽ അവശേഷിക്കുന്നുണ്ട്. ഈ ഇല്ലത്തു നിന്നിറങ്ങിയപ്പോൾ അവസാനത്തെ ആളിനെക്കുറിച്ചാണ് ഓർത്തത്. മുറ്റം നിറയെ സന്ദർശകരെത്തിരുന്ന പതിവിനെ മങ്ങലേറ്റുവെങ്കിലും ചിലരൊക്കെ അപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം തങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം ഗ്രാമം തന്നെയാണെന്ന് പിന്നീട് അറിഞ്ഞു. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ, സ്വന്തം നാട്ടുകാരാണ് ആദ്യം കഴിയുക. ഇടയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നത് മറ്റു ദേശക്കാരായിരുന്നു. ഏറ്റവും ഒടുവിലെത്തിയപ്പോൾ ആൾക്ക് വന്ന കാര്യം സാധിച്ചതിൻ്റെ സംതൃപ്തി ഉണ്ടായിരുന്നില്ല അത്രേ. ദുഃഖാതീതനാണ് അയാൾ പടിയിറങ്ങിയതാവും. അയാളുടെ ദുഃഖങ്ങൾ ഇല്ലത്തുപേക്ഷിച്ച് പോയതാവാം. അന്ന് അയാൾ ഇറങ്ങിപ്പോയതിനു ശേഷം പടിപ്പുര എന്നേക്കുമെന്നോണം അടച്ചു. എന്നിട്ടും കൊല്ലങ്ങൾക്ക് ശേഷം വഴിതെറ്റി കയറിപ്പോയതുപോലെ വല്ലവരും പടിപ്പുരയിലേക്ക് വന്നു പോകാറുണ്ട്. അച്ഛൻ്റെ മരണശേഷം താനതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഇപ്പോഴിതാ താൻ ആഗ്രഹിച്ചു വരുത്തിയവർ തനിക്ക് മുൻപ് പടിപ്പുരയിൽ കാത്തു കിടക്കുന്നു. സേതുലക്ഷ്മിയെ തിരിച്ചു കൊടുക്കും വരെ മോഹനിദ്രയ്ക്ക് അടിമപ്പെട്ട പോലെ അവർ അവിടെ തന്നെ ഉണ്ടാവും. കമലദളങ്ങൾ കൊണ്ട് മൂടിയ സേതുലക്ഷ്മിയുടെ ഉടലിലാകെ വീരഭദ്രന്റെ കണ്ണുകൾ ഒഴിഞ്ഞു. ഇലച്ചീന്തുകളിൽ അവശേഷിച്ചിരുന്ന പൂവിതുകളിലേക്ക് അവൻ്റെ വിരലുകൾ വീണ്ടു. മറ്റൊരു മന്ത്രത്തിൻ്റെ മണിനാദം മനസ്സിൻ്റെ ശ്രീകോവിലിൽ ഉയരാൻ തുടങ്ങുന്നു. 100 ചന്ദനത്തിരികളും അതിലേറെ കർപ്പൂരഗന്ധങ്ങളും കത്തിപ്പുകയുന്ന വീരഭദ്രന്റെ പൂജാമുറി ഇപ്പോൾ ഒരു നാഗലോകം തന്നെയായിരുന്നു. സേതുലക്ഷ്മിയുടെ വെണ്ണ തോൽക്കുമുടലിൽ വീണ്ടും പുഷ്പവൃഷ്ടി. അമർന്നു തുടങ്ങിയ കുളിരിൻ്റെ കുമിളകൾ വീണ്ടും വീണ്ടും ഉണരുകയായി. ഇവളെ തന്നെയായിരിക്കണം ആദ്യമായി ഈ മുറിയിൽ എത്തിക്കേണ്ടതെന്ന് താനെന്നാണ് തീരുമാനിച്ചത്. ദിവസം കൃത്യമായി ഓർക്കുന്നില്ലെങ്കിലും ഒരു വ്യാഴവട്ട കാലത്തിന് മുൻപായിരുന്നെന്ന് തീർച്ച. അന്ന് സീതലക്ഷ്മി വെറും ബാലികയായിരുന്നു. തൻ്റെ പ്രതിജ്ഞയ്ക്ക് നാളുകൾ പോകുന്തോറും തിളക്കമേറിയതുപോലെ ലക്ഷ്മിയുടെ ബാല്യവും കൗമാരത്തിലെയും മിനുക്കം മാറുന്നു. സേതുലക്ഷ്മി അപ്പോഴും ബോധാവസ്ഥയിൽ തന്നെയാണ്. അവളുടെ മനക്കണ്ണുകൾക്ക് മുന്നിൽ വീരഭദ്രനൊരു ഗന്ധർവനായി നിറഞ്ഞു നിൽക്കുന്നു. നാഗലോകത്തു നിന്നും പൂക്കളുടെ പല്ലക്കിൽ ചന്ദന മണ്ഡപത്തിലേക്ക് വന്നിരിക്കുന്ന ഗന്ധർവൻ. അവൻ്റെ സ്പർശനം കുറിച്ച് അവളുടെ ഓരോ അണുവും ത്രസിച്ചു. ഇല്ല, സമയമായില്ല. പെണ്ണെന്ന വർഗത്തോടാണ് തൻ്റെ പ്രതികാരം മുഴുവൻ. ഇവറ്റകളോട് ക്രൂരമായി പ്രതികാരം ചെയ്യാൻ ഇതേയുള്ളൂ മനം. കൊല്ലൂർ മനക്കിലെ വീരഭദ്രന് മാത്രം കഴിയുന്ന മാർഗം. ഇവൾ ഇലഞ്ഞിക്കൽ നാരായണ നമ്പൂതിരിയുടെ മരുമകളാണ്. പനിനീരിൽ മുക്കിയ അവസാനത്തെ പൂവിതളും അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് നേരെ എറിഞ്ഞു വീരഭദ്രൻ. മെല്ലെ എഴുന്നേറ്റു. അവളുടെ തൊട്ടടുത്തായി വീരഭദ്രൻ ഇരിക്കുന്നു. അവൾ ഞരങ്ങുകയാണ്. കോരിത്തരിക്കുന്ന രഹസ്യം മർമ്മമുള്ള കുളിരുള്ള പനിനീരിൽ മുക്കിയ പൂവിതൾ. ചെന്നു നുള്ളിയാൽ പ്രകമ്പനം കൊള്ളില്ല പെണ്ണെ. അവൻ്റെ ചുണ്ടത്ത് ഒരു പുഞ്ചിരി മാത്രം. ഉള്ളിൻ്റെ ഉള്ളിൽ വിക്ഷോഭം കൊള്ളുന്ന കടലിൻ്റെ ഇരമ്പൽ. അവൻ്റെ മൃദുവായ കൈവിരലുകൾ സേതുലക്ഷ്മിയുടെ നെറുകയിൽ സ്പർശിച്ചു. അവിടെ നിന്നും താഴേക്കിറങ്ങി തിരുനെറ്റിയിൽ, പിന്നെയും ഒരു നേർരേഖയിൽ എന്നോളം താഴേക്കിഴിഞ്ഞ് വിരൽത്തുമ്പ്
സേതുലക്ഷ്മിയുടെ പൊക്കിൾ ചുഴിയിലേക്ക്. അവിടെ നിന്ന് പിന്നെയും പിന്നെയും ആ വിരത്തുമ്പോൾ താഴേക്ക് അരിച്ചിറങ്ങുകയാണ്. താഴേക്ക്, താഴേക്ക്. ഭദ്രന്റെ പകയുടെ ആദ്യത്തെ കമ്പക്കെട്ടിലേക്ക് ഒരു തീപ്പൊരി അടർന്നു വീഴുകയാണ്. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഈ നോവലിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.